ಶಿವಕುಮಾರ್ ಆರ ಶಿವಕುಮಾರ್ ಶಿವಕುಮಾರ್ ಯಾರು? ಪ್ರಾರ್ಥಿಸೋ ಪ್ರಾರ್ಥನೆ ಮಾಡ್ರಿ. ಓ ರಾಬಾಲ ಶಿವಕುಮಾರ್ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹಲ್ಲೆಲೂಯಾ. ಅಚನ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ರಾಬಾಲ ಶಾಂತರಾಧರ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ബളിയിൽ പരിശുദ്ധാത്മനെ ഒരു മൾട്ടി അനോയിന്റിംഗ്, ಒಂದು ದೊಡ್ಡ ಅಭಿಷೇಕ നിന്റെ ലൈഫിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കാൻ പോകുന്നു. ಜೀವನದಲ್ಲಿ ಒಂದು ಅಭಿವೃದ್ಧಿ ನಡೀಲಿಕ್ಕಾಗಿ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ പോകുന്നു. ರೂಪಾಂತರ ನಡೀಲಿಕ್ಕೆ ಹೋಗ್ತದೆ. നീ സഞ്ചരിക്കുന്ന സ്ഥലത്ത്, ನೀನು ಯಾತ್ರೆ ಮಾಡೋ ಸ್ಥಳದಲ್ಲಿ ദൈവത്തിന്റെ നിഴല് പോലെ സഞ്ചരിക്കുക. ದೇವರ ನೆರಳಿನ ಹಾಗೆ ಸಂಚರಿಸಿ ಅನೇಕ ರೋಗಿകളെ ಸೌಖ್ಯമാക്കുക, ಅನೇಕ ರೋಗಿಗಳನ್ನು ಸೌಖ್ಯ ಮಾಡೋದಕ್ಕೆ, ಅನೇಕರಿಗೆ ನೇತೃತ್ವ നൽകുക, ಅನೇಕರಿಗೆ ನೇತೃತ್ವವನ್ನು ಕೊಡೋದಕ್ಕೆ, ಅನೇಕ ആത്മാക്കളെ പിടിക്കുവാൻ, ಅನೇಕ ಆತ್ಮಗಳನ್ನು ಹಿಡಿಯೋದಕ್ಕೆ. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന ഒരു ദൂത്, ನಿಮಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕಂತ ನಾನು ಕಾಣುವ ಆಲೋಚನೆ, ആമേൻ, അനേക മത്സ്യങ്ങൾ കേറുന്ന ഒരു വല, ಅನೇಕ ಮೀನುಗಳು ಒಳಗಡೆ ಪ್ರವೇಶಿಸುವ ಒಂದು ಬಲೆ, ഒരു നെറ്റ്, ಒಂದು ಬಲೆ നിന്റെ കയ്യിൽ വരുന്നത് ഞാൻ കാണുന്നു. ಕೈಯಲ್ಲಿ ಬರೋದನ್ನ ನೋಡ್ತಾ നീ ಇದ್ದೀನಿ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ്, ನೀನು ಯೇಸುವನ್ನು ಸ್ವಂತ ರಕ್ಷಕನಾಗಿ ಅಂಗೀಕರಿಸುವ ಮುಂಚೆ, നിനക്കുണ്ടായിരുന്ന സമ്പത്തിനേക്കാൾ ഉപരി ನಿನಗಿರುವಂತ ಸಂಪತ್ತಿಗಿಂತ ಹೆಚ್ಚು ഈ നാളുകളിൽ ഞാൻ നിനക്ക് തരുമെന്ന്, ಈ ದಿವಸಗಳಲ್ಲಿ ನಾನು ನಿನಗೆ ಕೊಡುತ್ತೇನೆಂದು പരിശുദ്ധാത്മാവ് ഈ പകൽ ദൂത് പറയുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಆಲೋಚನೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ. നീ നിന്നതല്ല, ദൈവം നിന്നെ നിർത്തിയതാണ്. ನೀನು ನಿಂತಿದ್ದಲ್ಲ, ದೇವರು ನಿನ್ನನ್ನು ನಿಲ್ಲಿಸಿದ್ದು. മമിത ആരാണ്? ಮಮಿತಾ. യെസ് റാഫാല ശാന്തരാധരാധര യേശുവിൻ നാമത്തിൽ. മമിത ആരാ? മമിത. ഹല്ലേലൂയ. ആ പേരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു. ಆ ಹೆಸರಿಗೆ ಸಂಬಂಧಪಟ್ಟವರು ಯಾರಾದರೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ഓ റാഖാല ശാഖര പാപ. ഓടിവാ മോളെ, ഓടിവാ. ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, ಒಂದು ದೊಡ್ಡ ರೂಪಾಂತರ. യെസ് പ്രാർത്ഥിച്ചോ മോളെ, ಪ್ರಾರ್ಥನೆ ಮಾಡ್ರಿ. നീ ഏത് മേഖലയിലാണോ മനസ്സ് ನೀನು തകർന്നിരിക്കുന്നത്, ಯಾವ ಮಂಡಲದಲ್ಲಿ ನಿನ್ನ ಮನಸ್ಸು ಕುಗ್ಗಲ್ಪಟ್ಟಿದೆಯೋ, നിന്റെ ഹൃദയം ഉടഞ്ഞിരിക്കുന്നു, ನಿನ್ನ ಹೃದಯ ಒಡೆಯಲ್ಪಟ್ಟಿದೆಯೋ, യേശു നിന്നെ സൗഖ്യമാക്കും. ಯೇಸು ನಿನ್ನನ್ನು ಸೌಖ್ಯ ಮಾಡ್ತಾ ಇದ್ದಾನೆ. എല്ലാം മതി എന്ന് പറഞ്ഞെടുത്ത്, ಎಲ್ಲ ಸಾಕು ಅಂತ ಹೇಳಿದ ಸ್ಥಳದಲ್ಲಿ, എല്ലാം അവസാനിച്ചു എന്ന് ಎಲ್ಲ പറഞ്ഞെടുത്ത്, ಕೊನೆ ಅಂತ ಹೇಳಿದ ಸ್ಥಳದಲ್ಲಿ യേശു നിന്നെ വിടുവിക്കുകയാണ്. ಯೇಸು ನಿನ್ನನ್ನು ಬಿಡುಗಡೆ ಮಾಡ್ತಾ ഒരു ന്യൂ ಇದ್ದಾನೆ. ലൈഫ്, ಒಂದು ಹೊಸ ಜೀವ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു. ನಿನ್ನ ಬಳಿಯಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮ എല്ലാം ಹೇಳ್ತಾ ಇದ್ದಾನೆ. പുതുതായി മാറാം. ಎಲ್ಲ ಹೊಸದಾಗಿ ಮಾರ್ಪಡುತ್ತೆ. പഴയത് കഴിഞ്ഞു പോയി മോളെ. ಹಳೇದು ಹೋಯ್ತು ಮಗಳೇ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7ാം ദിവസം, ಈ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ 7ನೇ ದಿವಸದಲ್ಲಿ എല്ലാം കഴിഞ്ഞു പോയി, ಎಲ್ಲ ಮುಗಿದು ಹೋಯ್ತು, എല്ലാം കഴിഞ്ഞു പോയി. ಎಲ್ಲ ಮುಗಿದು ಹೋಯ್ತು. യേശുവിൻ നാമത്തിൽ, ಯೇಸುವಿನ നീ ನಾಮದಲ್ಲಿ സൗഖ്യമാകുകയാണ്. ಸೌಖ್ಯವಾಗ್ತಾ ಇದೆ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ಕರ್ತನ ಅದ್ಭುತವನ್ನು ಮಾಡು. എല്ലാ കരങ്ങളും ഉയർത്തി ಎಲ್ಲ പിടിച്ച് ಕೈಗಳನ್ನು ಮೇಲೆತ್ತಿ സൗഖ്യങ്ങൾ നടക്കുന്നു, ಸೌಖ್ಯಗಳು ನಡೀತಾ ಇದೆ, ഹീലിംഗ് നടക്കുന്നു. ಸೌಖ್ಯಗಳು ನಡೀತಾ ಇದೆ. ഓ റബാല യേശുവിന് ഇടം കൊടുക്കുക. ಯೇಸುವಿಗೆ ಸ್ಥಳ ಕೊಡ್ತಾ ಇದ್ದೇವೆ. ഹൃദയത്തിൽ യേശുവിന് ഇടം കൊടുക്കുക. ಹೃದಯದಲ್ಲಿ ಯೇಸುವಿಗೆ ಸ್ಥಳ ಕೊಡ್ರಿ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. ಆತನು ದೊಡ್ಡ ಕಾರ್ಯ ಮಾಡುತ್ತಾನೆ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7ാം ദിവസം, ಈ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ 7ನೇ നീ ದಿವಸದಲ್ಲಿ ഒരു അത്ഭുതം കാണും. ನೀನೊಂದು ಅದ್ಭುತವನ್ನು ನೋಡುತ್ತೀ. ആകാശ് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮನು ನಿನ್ನ ಬಳಿಯಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ, നീ അനുഭവിക്കുന്ന ഫൈനാൻഷ്യൽ പ്രോബ്ലം, ನೀನು ಅನುಭವಿಸುವ ಆರ್ಥಿಕ ತೊಂದರೆಗಳು, നീ അനുഭവിക്കുന്ന ഫൈനാൻഷ്യൽ പ്രോബ്ലം, ನೀನು ಅನುಭವಿಸುವ ಆರ್ಥಿಕ ತೊಂದರೆಗಳು, ഹല്ലേലൂയ, ദൈവം വിടുവിക്കാൻ പോകുന്നു. ದೇವರು ಬಿಡುಗಡೆ ಮಾಡಲಿಕ್ಕೆ ಹೋಗ್ತಾನೆ. പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಆಲೋಚನೆ ഈ മകന്റെ കുടുംബത്തിനകത്തുള്ള ಈ ಮಗನ ಕುಟುಂಬದಲ್ಲಿರುವ എല്ലാ ഫൈനാൻഷ്യൽ പ്രോബ്ലം, ಹಣಕಾಸಿನ ತೊಂದರೆಗಳು യേശു ഇന്നെടുത്ത് മാറ്റുകയാണ്. ಯೇಸು ನೀಗಿಸ್ತಾ ಇದ್ದಾನೆ. ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു, ದೇವರ ಆತ್ಮನ ಆಲೋಚನೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ജ്വലിച്ചു പ്രകാശിക്കുന്ന, ಜ್ವಲಿಸಿ ಪ್ರಕಾಶಿಸುವ ഒരു മൂർച്ചയുള്ള വാളായി, ಒಂದು ನುಣುಪಾದ ಖಡ್ಗವಾಗಿ ഞാൻ അവനെ അഭിഷേകം ചെയ്യും. ಆತನನ್ನು ಅಭಿಷೇಕ ಮಾಡ್ತಾನೆ. ಪಾಸ್ಟರ್ വിക്ടറി എജി ചർച്ചിലെ ವಿಕ್ಟರಿ ಎಜಿ ಸಭೆಯಲ್ಲಿ ദൈവം അവനെ അഭിഷേകം ചെയ്ത് സെലക്ട് ചെയ്യുക. ದೇವರು ಈತನ ಅಭಿಷೇಕ ಮಾಡಿ ಆಯ್ಕೆ ಮಾಡಿದ್ದಾನೆ. അവൻ ഇരുവായ്ത്തല മൂർച്ചയുള്ള ഒരു പട്ടയമായിരിക്കും. ಆತನು ಇಪಾಯಿ ಕತ್ತಿ ಉಳ್ಳ ಒಂದು ಖಡ್ಗವಾಗಿರುತ್ತಾನೆ. അവന്റെ ഭവനത്തിന് അവൻ ഒരു മാന്യനായിരിക്കും. ಈತನು ತನ್ನ ಮನೆಯಲ್ಲಿ ಒಂದು ಮಾನ್ಯನಾಗಿರ್ತಾನೆ. യാബേസ് അമ്മയ്ക്ക് വ്യസനപുത്രനാണെങ്കിലും ಯಾಬೇಚನ ತಾಯಿಗೆ ದುಃಖದ ಕುಮಾರನಾಗಿದ್ರು ദൈവം അവനെ അനുഗ്രഹിച്ച് ದೇವರು ಆತನನ್ನು ಆಶೀರ್ವದಿಸಿ അവനെ ഏറ്റവും ശ്രേഷ്ഠനാക്കി മാറ്റിയതുപോലെ ಬಹಳ ಶ್ರೇಷ್ಠನಾಗಿ ಮಾರ್ಪಡಿಸಿದ ഈ ಹಾಗೆ മകൻ
കാരണം ಈ ಮಗನ ನಿಮಿತ್ತ ഈ മകന്റെ കുടുംബം മുഴുവനും അനുഗ്രഹിക്കുന്ന രീതിയിൽ ಈ ಮಗನ ಕುಟುಂಬ ಆಶೀರ್ವದಿಸಲ್ಪಡೋ ರೀತಿಯಲ್ಲಿ ഞാൻ അവനെ അഭിഷേകം ചെയ്യുകയാണ്. ನಾನು ಈತನನ್ನು ಅಭಿಷೇಕ ಮಾಡ್ತಾ ಇದ್ದೇನೆ. അമ്മയുടെ ഉദരത്തിനകത്തിരിക്കുമ്പോൾ തന്നെ ತಾಯಿಯ ಗರ್ಭದಲ್ಲಿ ಇರಬೇಕಾದ್ರೇನೆ ദൈവത്തിന്റെ സെലക്ഷൻ അവന്റെ മേലുണ്ട്. ದೇವರ ಆಯ್ಕೆ ಅವನ ಮೇಲಿದೆ. ഒരു വലിയൊരു ശുശ്രൂഷ വെളിപ്പെടട്ടെ. ಒಂದು ದೊಡ್ಡ ಸೇವೆ ಪ್ರಕಟವಾಗಲಿ. പാസ്റ്റർ തലയിൽ കൈ വെച്ചൊന്ന് ബ്ലസ് ചെയ്തേ പാസ്റ്റർ. ಆಮೆನ್. കരങ്ങളെ അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്ത് ತಟ್ಟಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. എല്ലാവരും കരങ്ങളെ അടിച്ച് ಎಲ್ಲರೂ ಕರಗಳನ್ನು ತಟ್ಟಿ God bless you. ದೇವರು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. ദൈവം അനുഗ്രഹിക്കട്ടെ. ದೇವರು ಅನುಗ್ರಹಿಸಲಿ. നൈറ്റുള്ള മിനിസ്ട്രിയിൽ നമുക്ക് കാണാം. ರಾತ್ರಿಯ ಸೇವೆಯಲ್ಲಿ ನೋಡೋಣ. എനിക്ക് അവസരം നന്ദി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ಅವಕಾಶ ಕೊಟ್ಟ ಎಲ್ಲರಿಗೂ ವಂದನೆ ತಿಳಿಸ್ತೇನೆ. God bless you. Thank you, ದೇವರು pastor. ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ.